നമ്മൾ ലങ്കയിലേക്ക് ടുക്ടുക്കിലാണ് കേട്ടോ പോണത്. ആ നേരെ കാണുന്നതാണ് നമ്മുടെ ലങ്കയിലത്തെ ഗേറ്റ് കേട്ടോ, ലങ്ക ഗേറ്റ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BHUലേക്ക് എൻട്രൻസ് ഗേറ്റ് എന്ന് പറയുന്നത് ലങ്കയാണ്. എന്നിട്ട് അതിൻ്റെ നേരെ പോയി കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ സ്ട്രീറ്റിൽ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആദ്യം പോയിട്ട് കഴിച്ചത് ഹോട്ട് കോഫിയാണ് കേട്ടോ. നല്ല തണുവാണല്ലോ, അപ്പോൾ ഹോട്ട് കോഫി കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള കടയിൽ നിന്നായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും. പിന്നെ എന്തുണ്ടെങ്കിലും നമ്മൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പോളിസി. അവർ ഓൾറെഡി വില കയറ്റിയിട്ടാവും പറയുന്നുണ്ടാവുക. അപ്പം നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വില കുറവിന് കിട്ടും. എനിക്ക് ഹിന്ദി തീരെ അറിയാത്തതുകൊണ്ട് ഞാൻ വലിയ ബാർഗെയിനിങ്ങിന് അങ്ങനെയൊന്നും പോയില്ല. പിന്നെ അവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മൾ ജിലേബി ചുടുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു. ഒരെണ്ണം മീൻസ് അതിൽ 2, 3, 4, 5 ഉണ്ടാവും. ഞാൻ പിന്നെ അവർ ചുടുന്നത് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. നല്ല രസമല്ലേ, ഫ്രഷ് അല്ല, അപ്പം തന്നെ ഉണ്ടാക്കി ഇപ്പം തന്നെ കഴിക്കുക, അങ്ങനത്തെ ഒരു രസമല്ലേ. കണ്ടാ നല്ല രസമാണ്. പക്ഷെ ചെറിയൊരു പുളി ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിച്ചു, ഇതിൻ്റെ പേര് ഞാൻ ഇപ്പം മറന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടയിൽ നിൽക്കാനായിട്ട് സ്ഥലമില്ല. നല്ല തിരക്കാണ് കേട്ടോ. ആൾക്കാർ ഏത് വഴിയിൽ നിന്നാലും അവർ പറയും ഇത് വഴിയാണ്, ഇവിടെ നടക്കാനുള്ളതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അത് കാരണം പിന്നെ സമാധാനം ഇല്ലാണ്ട് തിന്നേണ്ട അവസ്ഥയാണ്. പിന്നെ പച്ചക്കറി കുറച്ച് വാങ്ങിച്ചു കേട്ടോ. ഇവിടെ പിന്നെ ഫ്രഷ് പച്ചക്കറി കിട്ടുന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ പോയ കടയിൽ അധികം പച്ചക്കറികൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സാധനം കണ്ടോ, ദേ ഈ സാധനം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ താമരയുടെ വിത്താണെന്നാണ് എൻ്റെ ചേച്ചി പറഞ്ഞത്. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ച് നടക്കുമ്പോഴാണ് ഞങ്ങൾ ഫ്രൂട്ട്സ് കട കണ്ടത്. അപ്പോൾ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ച് ഞങ്ങൾ ടുക്ക് അന്വേഷിച്ച് നടന്നു. പിന്നെ എവിടെ നോക്കിയാലും ടുക്ക് ഉള്ള കാരണം നമ്മൾ ടുക്ക് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, അത് നമ്മളുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടോളും. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി ടുക്കിൽ. അത്രയേ ഉള്ളൂ. ടാ.